ബോർഡിൽ GSന്റെ മാത്ത് പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി 20 ചോദ്യങ്ങൾ. ഇന്നത്തെ ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. 2022-23 ഘട്ടത്തിൽ പ്രിലിംസും മെയിൻസും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യ വർഷങ്ങളിൽ ചോദിച്ച പേപ്പറാണിത്. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത് നടന്ന എല്ലാ പരീക്ഷകൾക്കും 10th പ്രിലിംസിനെല്ലാം വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. അതുകൊണ്ട് ഇത് പ്രീവിയസ് ഇയർ എന്ന രീതിയിൽ മാത്രം കണ്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ബൈ ചാൻസ് പ്രീവിയസ് ഇയർ എന്ന രീതിയിൽ കയറി വന്നാൽ ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി മാത്രമാണ്. എല്ലാവരും മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ തന്നെ ചെയ്യുക. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒരു ക്ലോക്കിലെ സമയം 3:15 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. നമുക്ക് ഇക്വേഷൻ അറിയാം. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കണ്ടുപിടിക്കാനായിട്ട് 60h - 11m/2. ഇവിടെ 3:15 ആണ്. മണിക്കൂർ h എന്ന് പറയുന്നത് 3ഉം മിനിറ്റ് എന്ന് പറയുന്നത് 15ഉമാണ്. 60 × 30 - 11 × 15 /2. 18 00 മൈനസ് 3 30 അല്ല. 180 - 11 കൊണ്ട് ഗുണിക്കാനായിട്ട് ഒരു സ്ഥാനം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി ആഡ് ചെയ്താൽ മതി. 165 വരുന്നു. 165 × 2 അതായത് 5. 15/2 15ന്റെ പകുതി 7.5 ഡിഗ്രി. 7.5 ഡിഗ്രിയാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെയും തുക 62 ആണെങ്കിൽ ഇതിലെ ആദ്യ ദിനം ഈ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ്? നമുക്കൊരു കലണ്ടർ വരച്ച് നോക്കി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസത്തെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് കലണ്ടറിൽ മാർക്ക് ചെയ്യാം. സൺഡേ മൺഡേ ഒന്നും എഴുതണ്ട, ജസ്റ്റ് കലണ്ടർ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നതാണ്. എവിടെ വേണമെങ്കിലും ഈ എക്സ് മാർക്ക് ചെയ്യാം. ഞാൻ എക്സ് എന്ന് പറയുന്നത് ബുധനാഴ്ച ഏതോ ഒരു ദിവസം മാർക്ക് ചെയ്തു. തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് x+1 ഒരു ദിവസം കൂടുന്നു. ഇതിന് ശേഷം 2 ആഴ്ച കഴിയണം. ഒരാഴ്ച മാറുമ്പോൾ എന്താ തീയതി x+7 ആകുന്നു. 2 ആഴ്ച മാറിയാൽ x+14 ആകുന്നു. അടിയിലും അങ്ങനെ തന്നെ x+1 + 14 ആകുന്നു. 14 അല്ല 7 ആകുന്നു. 2 ആഴ്ച മാറുമ്പോൾ x+1 + 14. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ദിവസം, തൊട്ടടുത്ത ദിവസം, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള അതേ ദിവസവും അതിൻ്റെ തൊട്ടടുത്ത ദിവസവും. ഇത് 4ഉമാണ്. ഇത് 4ഉം കൂട്ടുമ്പോൾ കിട്ടുന്നത്. കൂട്ടി നോക്കാം. x+1 + x+14 x+1 + 14 എത്ര വരും? 1 2 3 4 4 എക്സുകളുണ്ട്. 4 എക്സുകൾ ചേർന്നാൽ 4x എന്ന് എഴുതാം. പിന്നെ നമ്പർ നോക്കുകയാണെങ്കിൽ 1ഉം 14ഉം 15, 16, 16ഉം 14ഉം 30. ഈ 4 ഡേറ്റുകളുടെ തുക എന്ന് പറയുന്നത് 62 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 62 ഇക്വേറ്റ് ചെയ്താൽ എക്സിന്റെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. ഈ 4xനെ ഇവിടെ നിർത്തി ഈ +30നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ -30 ആവുന്നു. 62 - 30. 4x എന്ന് പറയുന്നത് 62ൽ 30 പോയിട്ടുണ്ടെങ്കിൽ 32. എക്സ് എന്ന് പറയുന്നത് ഈ × 4നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഹരണം. 32 × 4 8. എക്സിന്റെ വാല്യൂ 8. നമ്മുടെ തുടക്കത്തിലെ ഡേറ്റ് 8 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിലെ ആദ്യ ദിനം, അതായത് x 8 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ.
കലണ്ടറിലെ ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആകെ ഓർത്തിരിക്കേണ്ടത് ഒരാഴ്ച മാറാൻ 1-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച വരുന്നത് 8-ാം തീയതി ആയിരിക്കും, +7. അടുത്ത തിങ്കളാഴ്ച വരുന്നത് 15-ാം തീയതി ആയിരിക്കും, +7. അടിയിലോട്ട് ഇങ്ങനെ എഴുതാൻ മാത്രം അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. 1+1/2+ അങ്ങനെ 1/32 വരെ കൂട്ടാനാണ്. ഇവിടെ നമുക്ക് ഇത്രയും ഫ്രാക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും സാധ്യമല്ല, ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമുക്ക് അടിയിലെ ഛേദത്തെ ഒരു നമ്പറിലോട്ട് കൊണ്ടുവന്ന് എഴുതാൻ പറ്റും. 1/1, 1-നെ 1/1 എഴുതുന്നു, +1/2. ഇവിടെ നമുക്ക് അടിയിലെ ഛേദത്തിലെ ഏറ്റവും വലിയ സംഖ്യ 32 ഈ ഛേദത്തിനെ എല്ലാത്തിനെയും 32 കൊണ്ടുവരാൻ പറ്റണം. ശരിക്കും ഈ അടിയിലുള്ള എല്ലാത്തിൻ്റെയും LCM 32. അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഖ്യയിലോട്ട് കൊണ്ടുവരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഘടകക്രിയ ചെയ്ത് LCM ആയിട്ട് കണ്ടുപിടിക്കാം. കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് LCM മൈൻഡിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഛേദത്തിലുള്ള അടിയിലുള്ള എല്ലാത്തിനെയും 32 കൊണ്ടുവരാം. ഇവിടെ 16 ഉണ്ട്. 16-നെ 32 ആക്കാൻ × 2. അടിയിൽ മാത്രം പോരാ, മുകളിലും ചെയ്യണം. ഇവിടെ 8 ഉണ്ട്. 8-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 32. മുകളിലും അടിയിലും 4 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ 4 ഉണ്ട്. 4-നെ 8 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ 32 ആകുന്നു. അതേപോലെ തന്നെ ഫ്രാക്ഷന്റെ വാല്യൂ മാറാതിരിക്കാൻ മുകളിലും ഈ 2 2-നെ 16 കൊണ്ട് ഗുണിച്ചാൽ 32 വരുന്നു. മുകളിലും അടിയിലും 16 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 1 1-നെ ഞാൻ 32 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ മുകളിലും അടിയിലും 32 വരുന്നു. ഇതെങ്ങനെ വരും? 32/32 പ്ലസ് 16/32 പ്ലസ് 8/32 പ്ലസ് 4/32 പ്ലസ് 2/32 പ്ലസ് 1/32. ഇവിടെ അടിയിലെ ഛേദത്തിലെ എല്ലാം 32 ആയതുകൊണ്ട് നമുക്ക് ഈ 32 അടിയിൽ എഴുതിയിട്ട് മുകളിലെ എല്ലാം കൂട്ടാം. 32 + 16 + 8 + 4 2 1 എല്ലാം കൂടി കൂട്ടുമ്പോൾ 63/32 വരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 6/21-ന്റെ 1-ന്റെ സ്ഥാനത്തെ അക്കം ഏത്? പവർ കാണാനായിട്ട് 6/1 6, 6/2 36, അതായത് 6 × 6 ആണ്. 6-ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 6 × 6 × 6 216 വരുന്നു. 6-ന്റെ പവർ 4 എന്ന് പറയുമ്പോൾ 4 തവണ 6 ഗുണിക്കുന്നു, 1296. ഇങ്ങനെ എഴുതിയിൽ നിന്ന് എന്ത് മനസ്സിലായി? 6-ന്റെ ഏത് പവർ ആയാലും അതിൻ്റെ എല്ലാം അവസാനം 6 ആയിരിക്കും. അതുകൊണ്ട് തന്നെ 6-ന്റെ തലയിൽ എന്ത് വന്നാലും അവസാനം അത് പവർ 6 ആയിരിക്കും. 6/100 എഴുതിയാലും അവസാനിക്കുന്നത് 6-ലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അടുത്തത് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10 സെന്റിമീറ്റർ 8 സെന്റിമീറ്ററുമാണ്. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20% 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ വർധനവ് എത്ര? ഇത് 10-ഉം ഇത് 8-ഉം ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയണം. ഹാഫ് ലംബവശങ്ങൾ, അതായത് 10 × 8 ഹാഫ് BH ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ യഥാക്രമം 10-ഉം 8-ഉം 20-ഉം 25% വർദ്ധിക്കുന്നു. ആദ്യം നമുക്ക് 10 എടുക്കാം. 10-ന് അവർ പറയുന്നത് 20% കൂട്ടുന്നു എന്നാണ് പറയുന്നത്. 10-ന്റെ 20% കണ്ടു നോക്കാം. 10-ന്റെ 20% എന്ന് പറയുന്നത് ഈ 2 0 വെട്ടിപ്പോയി
2 സെന്റിമീറ്റർ. അതായത് 10 2 സെന്റിമീറ്റർ കൂടി 12 സെന്റിമീറ്റർ ആകുന്നു. അപ്പോൾ പുതിയത് എത്ര? 10 അല്ല, 12 സൈഡ്. ഇനി 8 എന്ന് പറയുന്നത് 25% കൂടുന്നു. 8ന്റെ 25% എന്ന് പറയുന്നത് 25ന്റെ പട്ടികയിൽ ഒരു തവണ, 4 തവണ, 4ന്റെ പട്ടികയിൽ ഒരു തവണ, 2 തവണ, 2 സെന്റിമീറ്റർ കൂടുന്നു. അപ്പോൾ ഇത് 8ന്റെ കൂടെ 2 സെന്റിമീറ്റർ കൂടിയാൽ 10 സെന്റിമീറ്റർ. അപ്പോൾ പുതിയ സൈഡ് 8 അല്ല, 10 ആണ്. നമുക്ക് വശങ്ങളെല്ലാം കിട്ടിയിരിക്കുകയാണ്. ഇനി പരപ്പളവ് കണ്ടുപിടിക്കാം. ആദ്യം ഉണ്ടായിരുന്നത് ഏരിയ എന്ന് പറയുന്നത് A1 എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു B ഇൻറ്റു H, ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8. ആദ്യം വശങ്ങൾ 4 40 ആയിരുന്നു ആദ്യം ഏരിയ A1. ഇനി നമുക്ക് A2 20%, 25% കൂടിയതിനു ശേഷം ഹാഫ് ഇൻറ്റു B ഇൻറ്റു H, ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 10, ഒരു തവണ 6 തവണ 60 ആദ്യം 40 ആയിരുന്നു, അത് അതിനുശേഷം 60 വരുന്നു. 40 ആയിരുന്ന ഏരിയ 60 ആകുന്നു. എത്ര വർദ്ധനവ? 20 സെന്റിമീറ്റർ സ്ക്വയർ വർദ്ധിച്ചു. നമ്മൾ ലാഭവും നഷ്ടവും കാണുന്ന അതേ ഇക്വേഷൻ ഇതിൽ വേണമെങ്കിൽ അതേ രീതിയിൽ തന്നെ ആലോചിച്ചാലും മതി. 20% ലാഭത്തിന് വിറ്റു എന്ന് വിചാരിച്ചോളൂ. എന്തിനെ അടിസ്ഥാനമാക്കി? വാങ്ങിയ വില, ആദ്യത്തെ വില. അതായത് 20% വർധനവ് എന്തിനടിസ്ഥാനമാക്കി? ആദ്യത്തെ ഏരിയ അടിസ്ഥാനമാക്കി. വെട്ടിക്കളയാം. 1 2 50 50% പരപ്പളവിലെ വ്യത്യാസം. അതായത് പരപ്പളവ് 50% കൂടുന്നു. ഇക്വേഷൻ ട്രയാങ്കിളിന്റെ മട്ടത്രികോണത്തിന്റെ പുറത്തു വെക്കുക. ഹാഫ് BH, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റസംഖ്യകളുടെയും തുക എത്ര? നമുക്ക് ആദ്യം ജസ്റ്റ് എഴുതി നോക്കാം. 20നും ഇടയിലുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 21 ആദ്യത്തെ നമ്പർ, 23 ഇങ്ങനെ പോയി 100നും ഇടയിൽ, 100ന് തൊട്ട് മുന്നേ ഉള്ളത് 99 ഒറ്റസംഖ്യ. ഇത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഇക്വേഷൻസ് വെച്ച് ചെയ്യാം. ഇവിടെ ആദ്യ പദം എന്ന് പറയുന്നത്, ഒരു ടേമിന്റെ ആദ്യ പദം A എന്ന് പറയുന്നത് 21, അവസാന പദം എന്ന് പറയുന്നത് 99. പിന്നെ പൊതുവ്യത്യാസം, രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2. D 2. ഏത് രണ്ട് പദങ്ങൾ എടുത്തു നോക്കിയാലും D എന്ന് പറയുന്നത് 2 D പൊതുവ്യത്യാസമാണ്. നമുക്ക് എത്ര നമ്പേഴ്സ് 21 മുതൽ 99 എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര നമ്പേഴ്സ് ഉൾപ്പെടുന്നു നോക്കാം. അതിനായിട്ട് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അവസാന പദം മൈനസ് ആദ്യത്തെ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസമായ 2 പ്ലസ് 1. 8 7 2 പ്ലസ് 1 39 പ്ലസ് 1 40. അതായത് 21 മുതൽ 99 വരെ 40 സംഖ്യകളാണുള്ളത്. n കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി തുക കണ്ടുപിടിക്കാം. തുക കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ, ഒരു സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 ആദ്യ പദം ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ n 40 എന്ന് കിട്ടിയിരിക്കുന്നു, അടിയിൽ 2. ഫസ്റ്റ് ടേം ഇവിടെ 21 21 പ്ലസ് ലാസ്റ്റ് ടേം 99 ചെയ്യുമ്പോൾ 40ന് 20 ഉണ്ടാക്കാം. 20 ഇൻറ്റു 99ൻ്റെ കൂടെ 21 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 120 വരുന്നു. 204 2 0. ആൻസർ ഓപ്ഷൻ B ആണ്.
ഇവിടെ സമാന്തര ശ്രേണിയുടെ AP-യുടെ 2 ഇക്വേഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരെണ്ണം തുക കണ്ടുപിടിക്കാനും ഒരെണ്ണം n കണ്ടുപിടിക്കാനും. AP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. AP-ക്ക് പ്രധാനമായിട്ടും 3 ഇക്വേഷൻസ് ആണുള്ളത്. L-A ആദ്യം അവസാന പദത്തിൽ നിന്ന് ആദ്യം ഇതൊക്കെയാണ് AP-യിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. An-ൻ്റെ ഇക്വേഷൻ, n-ൻ്റെ ഇക്വേഷൻ, Sn-ൻ്റെ ഇക്വേഷൻ. Sn-ൻ്റെ രണ്ടാമത്തെ ഇക്വേഷനാണ് നോക്കേണ്ടത്. ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് തന്നെയാണ്. ഓർത്തിരിക്കാൻ വേണ്ടി രണ്ടാമത്തെ ഇക്വേഷനാണ് ഈസി, അത് നോക്കുക. അടുത്ത ചോദ്യം, ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോൾ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയാണ് നൽകേണ്ടത്? നമുക്ക് എഴുതി നോക്കാം. ഒരു പുസ്തകത്തിന് ഒരു പേനയ്ക്കും കൂടി 26 രൂപ. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 കുറവാണ്. അതായത് പുസ്തകത്തിൽ നിന്ന് പേന കുറച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപയാണ്. 10 രൂപ പേനയ്ക്ക് കുറവാണെന്നാണ്. ഇതിപ്പോൾ 2 ഇക്വേഷനായിട്ട് എടുത്തിട്ട് ഈ 2 ഇക്വേഷൻ നമുക്ക് കൂട്ടാം. 2 ഇക്വേഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകവും കൂട്ടിയാൽ 2 പുസ്തകത്തിൻ്റെ വില കിട്ടുന്നു. ഈ പേന പ്ലസ് പേനയും മൈനസ് പേനയും കട്ടായി പോകും, ക്യാൻസലായി പോകുന്നു. 26 10 36. 2 പുസ്തകത്തിൻ്റെ വില 36 ആണെങ്കിൽ ഒരു ബുക്കിൻ്റെ വില 36ൻ്റെ പകുതി 18 രൂപയാണ്. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. പുസ്തകത്തിനും പേനയ്ക്കും കൂടി 26 രൂപ, പുസ്തകത്തിന് തന്നെ 18 രൂപയായാൽ പേനയുടെ വില എന്ന് പറയുന്നത് ഈ 26ൽ നിന്ന് 18 കുറച്ചാൽ മതി. 8 രൂപയാണ് പേനയുടെ വില. പേനയുടെ വില കിട്ടി, നമുക്ക് പുസ്തകത്തിൻ്റെ വില കിട്ടി. ചോദിച്ചിരിക്കുന്നത് 5 പുസ്തകം എന്ന് പറയുമ്പോൾ 18 × 5 പ്ലസ് 6 പേനയും 6 × 8 എത്രയാണെന്നാണ്. 18 × 5 90 വരുന്നു. 6 × 8 48, 138 രൂപ വരുന്നു. 5 പുസ്തകത്തിന് പേനക്കും കൂടി. ഓപ്ഷൻ സി ആണ് ആൻസർ. 0.49 ഹോൾ റേസ് ടു 6നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.49 കിട്ടുക? നമുക്ക് ചെയ്യാം. 0.49 റേസ് ടു 6നെ ഞാൻ n കൊണ്ട്, അറിയാത്ത സംഖ്യ ആയതുകൊണ്ട് n എന്ന് വിളിച്ച് ചെയ്യുകയാണ്. അതിന് എത്ര n കൊണ്ട് ഗുണിച്ചാൽ 0.49 കിട്ടുന്നു എങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കണം. ഈ ഇൻറ്റു 0.49 റേസ് ടു 6ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഹരണമാകുന്നു. അപ്പോൾ n എന്ന് പറയുന്നത് 0.49 ഡിവൈഡഡ് ബൈ 0.49 ഹോൾ റേസ് ടു 6 എന്നാകുന്നു. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. വേണമെങ്കിൽ ഡയറക്റ്റ് വെട്ടിക്കളയാം. ഇവിടെ എക്സ്പാൻഡ് എഴുതിയിട്ട് വെട്ടിക്കളയാം. 0.49 നാലെണ്ണമായി 0.49 ഇൻറ്റു 0.49 6 തവണ എഴുതി. അതാണ് തലയിൽ 6 ഉള്ളതുകൊണ്ട്. ഇതിൽ നമുക്ക് ഒരു 0.49 0.49 വെട്ടിക്കളഞ്ഞാൽ അടിയിൽ ബാക്കി 5.49 ഉണ്ട്. അതായത് നമ്മുടെ n എന്ന് പറയുന്നത് 1/0.49 റേസ് ടു 5 ആണ്. ഈ അടിയിലുള്ള സംഖ്യയെ മുകളിലോട്ട് ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ പവറിൽ തലയിലുള്ളത് നെഗറ്റീവായി മാറുന്ന ഒരു തിയറമുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് നമുക്ക് 0.49 റേസ് ടു -5. ഈ അടിയിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോയപ്പോൾ +5 ആയിരുന്നത് -5 ആയി. വേറെ ഒരു വ്യത്യാസവുമില്ല. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവിടെ നമ്മൾ ഈ തിയറമാണ്, മൂന്നാമത്തെ തിയറമാണ് ഉപയോഗിച്ചത്. അടിയിലുള്ള a റേസ് ടു n-നെ മുകളിലോട്ട് കൊണ്ടുവന്നപ്പോൾ a റേസ് ടു -1 ആയി.
ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. നമ്മൾ ഓരോ പ്രോബ്ലത്തിലായി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം സിംപ്ലിഫിക്കേഷനാണ്. നമുക്ക് ഓരോന്നും എഴുതി ചെയ്യാം. നമുക്ക് 2 ഇൻറ്റു 2ൻ്റെ ക്യൂബാണ്, അപ്പം 3 തവണ 2 എഴുതണം. ഇൻറ്റു 4ൻ്റെ ക്യൂബ് 4 ഇൻറ്റു 4 ഇൻറ്റു 4. പിന്നെ 6ൻ്റെ റേസ് ടു 5 2 തവണ 5 തവണ. അടിയിൽ നോക്കുകയാണെങ്കിൽ 36 4 തവണ ഗുണിച്ചിരിക്കുന്നു. 16 3 തവണ. ഇനി നമുക്ക് നിരത്തി പിടിച്ച എല്ലാത്തിനെയും വെട്ടിക്കളയാം. 4 ഇൻറ്റു 4 16 ഒരു 16 മുകളിലും അടിയിലും വെട്ടിയിരിക്കുന്നു. ഇവിടെ 4 ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 8 ഇൻറ്റു 2 16 ഒരു 16 ഒരു 16 ഇവിടെ വെട്ടിയിരിക്കുന്നു. ഇവിടെ ഒരു 2 അവശേഷിക്കുന്നുണ്ട്. ആ 2ൻ്റെ പട്ടികയിൽ ഒരു തവണ 16 2ൻ്റെ പട്ടികയിൽ 8 തവണ. ഇനി നമുക്ക് ഇവിടെ 6 10 തവണയുണ്ട്. 6 10 തവണ എന്നാണിത്. 6⁵5 എന്ന് പറയുമ്പോൾ 6 5 തവണ. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് അങ്ങനെ തന്നെ. അതാവുമ്പോൾ 6 വീണ്ടും ഒരു 5 തവണ കൂടെ വരും. ഇനി നമുക്ക് ചെയ്യാം. 6 ഇൻറ്റു 6 36. ആ 36ഉം ഈ 36ഉം വെട്ടി. അടുത്തത് 6 ഇൻറ്റു 6 36 വെട്ടി. വീണ്ടും 36 വരുന്നു, വെട്ടി. വീണ്ടും 36 വെട്ടിയിരിക്കുന്നു. അവസാനം അവശേഷിക്കുന്നത് ഇതും അടിയിലെ 8 മാത്രമാണ്. 6 ഇൻറ്റു 6 36 ഡിവൈഡഡ് ബൈ 8. 4ൻ്റെ പട്ടികയിൽ വെട്ടാം. 4ൻ്റെ പട്ടികയിൽ 36 9 തവണ. 8 4ൻ്റെ പട്ടികയിൽ 2 തവണ. 9/2 ഇത് വളരെ എക്സ്പാൻഡ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ വെട്ടാൻ പറ്റും. ഇങ്ങനെ എക്സ്പാൻഡ് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ക്വസ്റ്റ്യൻ വെച്ച് തന്നെ വെട്ടാൻ പറ്റും. ഇവിടെ നമുക്ക് 6⁻10 എന്ന് എഴുതാം. 5 ഇൻറ്റു 2 10. ഇവിടെയാണെങ്കിൽ ഇത് 6 സ്ക്വയർ ആയതുകൊണ്ട് ഈ സ്ക്വയറും 4 കൊണ്ടും ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 6/8 8 വെട്ടി ഫുള്ള് ഇവിടുന്ന് പോയി. ഇവിടെ 10നെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി 2 6കളാണ്. 6 സ്ക്വയറാണ് അവശേഷിക്കുന്നത്. ഇവിടെ നമുക്ക് 16നെ 4ൻ്റെ സ്ക്വയർ റേസ് ടു 3 എന്ന് എഴുതാം. 4 റേസ് ടു 6 എന്ന് എഴുതാം. ഇവിടെ 3 എണ്ണം ഉണ്ട്, 3 എണ്ണം വെട്ടിപ്പോയി. ഇവിടെ 6ൽ നിന്ന് 3 പോയാൽ 4ൻ്റെ ക്യൂബ് ബാക്കി വരുന്നു. 4ൻ്റെ ക്യൂബിനെ നമുക്ക് 2ൻ്റെ സ്ക്വയർ ഹോൾ റേസ് ടു 3 എന്ന് എഴുതാം. ഇവിടെ 2 റേസ് ടു 6 വരുന്നു. ഈ 3 2ഉം ഇവിടുത്തെ 6 2ഉം വെട്ടിയാൽ ബാക്കി 3 നമുക്ക് നേരത്തെ ചെയ്ത 36/8 തന്നെ കിട്ടും. വളരെ സ്പീഡിലും ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങളുടെ സ്പീഡ് കൂടി വരും. മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. 45 km/മണിക്കൂർ വേഗത്തിലോടുന്ന ഒരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട് 45 km/h. ഇതിനെ 45 കിലോമീറ്ററാണ് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്നതാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് 1 മണിക്കൂറിൽ 45 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കും 4 മിനിറ്റിൽ എത്ര ദൂരം. അതായത് കിലോമീറ്ററിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം കിലോമീറ്ററാണ്. ഇവിടെ ഈ 1 മണിക്കൂർ എന്നുള്ളതിനെ എനിക്ക് 4 മിനിറ്റ് എന്നാക്കണം. ആദ്യം നമുക്ക് 1 മിനിറ്റിലോട്ട് കൊണ്ടുവരാം. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. അപ്പോൾ ഞാൻ ഈ 1 മണിക്കൂറിൻ്റെ സ്ഥാനത്ത് 60 മിനിറ്റ് എന്ന് എഴുതിയാൽ സെയിം ആണ്. അപ്പോൾ 45 കിലോമീറ്റർ 60 മിനിറ്റ് എന്ന് എഴുതി. ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ നമുക്ക് 45/60 km/മിനിറ്റ് എന്ന് കിട്ടി. അതായത് ഇതിൻ്റെ അർത്ഥം 1 മിനിറ്റിൽ ഇത്രയും കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നാണ്. 1 മിനിറ്റിലാണ്. അതായത് ഇത് നമുക്ക് വെട്ടിയാൽ 15ൻ്റെ പട്ടികയിൽ 3 തവണ, 15ൻ്റെ പട്ടികയിൽ 4 തവണ. 3/4 കിലോമീറ്ററാണ് 1 മിനിറ്റിൽ സഞ്ചരിക്കുന്നത്. 1 മിനിറ്റിൽ ഇത്രയും സഞ്ചരിക്കുമെങ്കിൽ 4 മിനിറ്റിലാകുമ്പോൾ ഇൻറ്റു 4, അപ്പോൾ 3 കിലോമീറ്റർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം.
ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാനുള്ളൊരു ഷോർട്ട് ട്രിക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നോർമലി ചെയ്യുകയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുമ്പോൾ a മൈനസ് ബി ഹോൾ സ്ക്വയർ വരും, പ്ലസ് ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചാൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ വരും. അടിയിൽ ഇത് രണ്ടും പരസ്പരം ഗുണിച്ചാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി വരും. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ച് സമയമെടുക്കും, പ്രത്യേകിച്ച് കാൽക്കുലേറ്റീവ് ആണെന്ന് തന്നെ പറയാം. അതിന് പകരം നമുക്ക് ഷോർട്ട് ട്രിക്ക് ഉപയോഗിക്കാം. ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ തന്നെ ചോദിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ ചെയ്യേണ്ടത് മുകളിൽ നോക്കുക, മുകളിലെ സംഖ്യകൾ റൂട്ടെല്ലാം മറന്നേക്ക് 3ഉം 2ഉമാണ്. ആ 3ഉം 2ഉം കൂട്ടുക, നടുക്ക് പ്ലസ് അല്ലേ, അതുകൊണ്ട് പ്ലസ് അടുത്ത 2 സംഖ്യ 3ഉം 2ഉം തന്നെ, 3ഉം 2ഉം കൂട്ടിയിരിക്കുന്നു, വീണ്ടും കൂട്ടി എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ അടിയിലെ സംഖ്യകൾ 3ഉം 2ഉമാണ്. ആ 3ഉം 2ൻ്റെയും വ്യത്യാസം ഇവിടെ 5 വരുന്നു, ഇവിടെയും 5 വരുന്നു. 5 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 1 10 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓർത്തിരിക്കുക, ഇവിടെ നടുക്ക് പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയത്. ഇൻ കേസ് ഇവിടെ നടുക്ക് മൈനസ് വരികയാണെങ്കിൽ ഇവ തമ്മിൽ കുറച്ച് വ്യത്യാസമാണ് എഴുതേണ്ടത്. നടുക്ക് മൈനസുമാകും, അടിയിൽ സെയിം തന്നെ. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ട്രിക്കിൽ തന്നെ ചെയ്യുക, ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏതാണ്? ഇതൊരു ഡിഫിക്കൽട്ട് പാറ്റേൺ ആണ്. 4, 18, 48, 180. നമുക്ക് സ്ക്വയേഴ്സ് അറിയാം. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36. ഇവിടെ ഈ 4ൻ്റെ സ്ക്വയറിനെ 1 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു. 4 ഇൻറ്റു 1 ആണ് ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേം 9ൻ്റെ സ്ക്വയറായ രണ്ടാമത്തെ ടേമിനെ 2 കൊണ്ട്, രണ്ടാമത്തെ ടേമിനെ 2 കൊണ്ട് ഗുണിച്ച് 18ആയി. മൂന്നാമത്തെ ടേം കിട്ടിയിരിക്കുന്നത് 16, 4ൻ്റെ സ്ക്വയറിൻ്റെ 16നെ 3 കൊണ്ട് ഗുണിച്ച് 48 കിട്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മിസ്സായ പദം എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയറിനെ 25നെ 4 കൊണ്ട് ഗുണിക്കണം. 1, 2, 3, 4 കൊണ്ട് ഗുണിക്കുന്നു എങ്കിൽ 100 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആണ്. 150 വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ ടൈമിനായ 6ൻ്റെ സ്ക്വയർ 36നെ 5 കൊണ്ട് ഗുണിക്കുന്നു, 180. ഡിഫിക്കൽട്ട് പാറ്റേൺ ആണ്. ഈ എക്സാം ഓവറോൾ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ഇതൊക്കെ റെയറായിട്ട് ചോദിക്കുന്നതാണ്. ജസ്റ്റ് ലോജിക്ക് അറിഞ്ഞിരിക്കുക. ഇനി റിപ്പീറ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റണം. ചതുരാകൃതിയിലുള്ള ഒരു തകര ഷീറ്റിൻ്റെ നീളവും വീതിയും യഥാക്രമം 12.5 മീറ്ററും 10.2/3 മീറ്ററുമാണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് എന്ന് പറയുമ്പോൾ പെരിമീറ്ററാണ്. ഒരു ചതുരാകൃതിയുടെ നീളം എല്ലും വീതി ബിയുമാണ് എങ്കിൽ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 2 തവണ എല്ല് കൂട്ടുക, 2 തവണ ബി കൂട്ടുക. അതിന് ഇക്വേഷൻ ഉണ്ട്, 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. നമുക്ക് ചെയ്യാം. 2 ഇൻറ്റു 12.5 പ്ലസ് 10 2/3. ഈ 2നെ ഉള്ളിലോട്ട് ഗുണിക്കാം. ഇവിടെ 12.5 ഉള്ളത് കൊണ്ടാണ് ആദ്യം അകത്തോട്ട് ഗുണിക്കുന്നത്. ഇവിടെ 12.5യുടെ ഇരട്ടി, 12.5യുടെ ഡബിൾ എന്ന് പറയുമ്പോൾ 25 വരുന്നു. പ്ലസ് അതായത് 12.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 25 അതിവിടെ എഴുതി. 10 2/3നെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയാൽ 10 ഇൻറ്റു 3 30 പ്ലസ് 2 32 ഡിവൈഡഡ് 3. അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു, 64 ഹരണം 3 എന്ന് വരുന്നു. ഈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 75. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. പ്ലസ് 64 ഡിവൈഡഡ് ബൈ 3.
139/3 വരുന്നു. ഹരിക്കുമ്പോൾ നമുക്ക് 3ൻ്റെ പട്ടികയിൽ 3 ഒരു തവണ, 13, 12 4 തവണയുണ്ട്. ശിഷ്ടം 1 19 3 6 തവണ, ബാക്കി ശിഷ്ടം 1/3. ഓപ്ഷൻ എ ആണ് ആൻസർ. ചതുരത്തിൻ്റെ ചുറ്റളവും ഏരിയയും ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഏരിയ L/B വരും. ചുറ്റളവിൻ്റെ ഇക്വേഷൻ പെരിമീറ്റർ ഇതാണ്. അടുത്ത ചോദ്യം നോക്കാം. 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു വാതിൽ ഉൾക്കൊള്ളുന്ന ചുമരിൻ്റെ നീളം 5.5 മീറ്ററും വീതി 4.25 മീറ്ററുമാണ്. ചതുരശ്ര മീറ്ററിന് 24 രൂപ നിരക്കിൽ ഈ ചുവർ സിമൻറ്റ് തേക്കാൻ എത്ര ചിലവ് വരും? ഇവിടെ ഒരു ചുമരുണ്ടെന്ന് പറയുന്നു. അതിൽ ഒരു ഡോറുണ്ട്. ഈ ഡോറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും. ചുമരിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 5.5 മീറ്ററും വീതി 4.25 നമുക്ക് ഈ ചുമരിൻ്റെ ഈ ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടിട്ട് അതിൽ നിന്ന് ഈ ഡോറിൻ്റെ വിസ്തീർണം കുറച്ചാൽ സിമൻറ്റ് തേക്കേണ്ട ഏരിയ കിട്ടും. ആ ഏരിയയെ 24 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസറാണ്. നമുക്ക് ആദ്യം ചുമരിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. നീളം ഇൻറ്റു വീതി. നീളം എത്രയാണ്? 5.5 × 4.25 ചെയ്യുമ്പോൾ നമുക്ക് 23 375 കിട്ടുന്നു. 3 സ്ഥാനം നീക്കി പോയിൻ്റ്. ഇത് വളരെ കാൽക്കുലേറ്റീവാണ്. എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്യുക എന്ന് പറയുന്നത്. അത്ര സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട പ്രോബ്ലം തന്നെയാണ്. കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇതിൽ നിന്ന് ഡോറിൻ്റെ എന്ന് പറയുമ്പോൾ 2 × 1 എന്ന് പറയുമ്പോൾ 2, ഇതിൽ 2 കുറക്കുക, 21 375. ഇത്രയും ഏരിയയാണ്, ഇത്രയും മീറ്റർ സ്ക്വയറാണ്. നമുക്ക് 1 മീറ്റർ സ്ക്വയറിന് 24. അങ്ങനെയെങ്കിൽ ഇത്രയും മീറ്ററിന് ചെയ്യാൻ 21 375 × 24 513 എന്ന് വരും. ഓപ്ഷൻ ബി ആണ്. ഇത് PSC ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടതായി. നിങ്ങൾ ഇത്തരം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളത് കാണുകയാണെങ്കിൽ ബാക്കി സമയം ധാരാളം ഉണ്ടെങ്കിൽ മാത്രം ഇരുന്ന് ചെയ്യുക. ആദ്യം തന്നെ ഇത്തരം കാൽക്കുലേറ്റീവ് പ്രോബ്ലങ്ങളിൽ ടൈം കളയരുത്. ഈസി ക്വസ്റ്റ്യൻസ് അവിടെ കുറേ ഉണ്ടാവും. അതെല്ലാം തീർത്ത് ഇത് മാത്രം ചെയ്യാനുള്ളെങ്കിൽ മാത്രം ഇതിലോട്ട് വരിക. അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് വേണ്ട എന്ന് കരുതി തന്നെ കിട്ടാവുന്ന 1 2 മറ്റ് മാർക്ക് നേടാൻ നോക്കുക. അടുത്ത ചോദ്യം നോക്കാം. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർത്തതാണ്. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് 44 ആണെങ്കിൽ 7 വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ വയസ്സ് എത്ര? അച്ഛൻ്റെ വയസ്സ് ഞാൻ A എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പറയുന്നത് മകൻ്റെ വയസ്സിനെ ഞാൻ M എന്ന് എടുത്തു. എമ്മിൻ്റെ 3 മടങ്ങ് 3 × M 3. 5 വർഷം ചേർത്തതാണ്. ഒരു ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ്, ഇതും ഇപ്പോഴത്തെ കേസ് തന്നെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് 44 ആണെങ്കിൽ 7 വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ വയസ്സ്. നമുക്ക് 44 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് മകൻ്റെ വയസ്സ് M കണ്ടുപിടിക്കാം. +5 അങ്ങോട്ട് കൊണ്ടുപോയാൽ 3M എന്ന് പറയുന്നത് 44 - 5 39 എങ്കിൽ മകൻ്റെ വയസ്സ് M എന്ന് പറയുന്നത് 39 × 3 × 3 അങ്ങോട്ട് കൊണ്ടുപോയാൽ √3 ആകുന്നു. 1 3. മകൻ്റെ വയസ്സ് 13 ആണ്. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞാൽ 13 + 7 20 വയസ്സാകുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം. രവി, റഹീം, ജോൺ എന്നിവർക്ക് 4500 രൂപയുടെ 2 ഭാഗവും 6 ഭാഗവും 4 ഭാഗവും യഥാക്രമം നൽകുന്നുവെങ്കിൽ ജോണിന് എത്ര രൂപ ലഭിക്കും? ടോട്ടൽ 4500 രൂപയുണ്ട്. അത് 2 ഭാഗം രവിക്ക്, റഹീമിന് 6 ഭാഗം
4 ഭാഗം ജോണിനും കൊടുക്കുന്നു. അപ്പോൾ ടോട്ടൽ എത്രയായിട്ടാണ്? ടോട്ടൽ 12 ഭാഗങ്ങളാക്കി. ജോണിന് എത്ര കിട്ടും? 4 ഭാഗം. 12-ൽ 4 ഭാഗം ജോണിന് കിട്ടുന്നു. എത്രയിൻ്റെ? 4500-നെ 12 ആക്കിയതിൽ 4 ഭാഗം ജോണിന് കിട്ടിയാൽ ഈ 4 ഭാഗം എത്രയാണെന്നാണ് നമുക്കിത് ചെയ്താൽ കിട്ടും. 4ൻ്റെ പട്ടികയിൽ 4 ഒരു തവണ 3, 3ൻ്റെ പട്ടികയിൽ 3 ഒരു തവണ 15. 1500 ജോണിൻ്റെ പങ്ക്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. രാഹുൽ 2500 രൂപയ്ക്ക് ഒരു പഴയ ടി വി വാങ്ങി 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭമാണ് ലഭിച്ചത്? വാങ്ങിയ വില 2500. കേടുപാടുകൾ തീർക്കാനായിട്ട് 1000 രൂപ അതിൽ ചിലവാക്കുമ്പോൾ 3500 ആൾക്കാകെ ചിലവായി. അതായത് യഥാർത്ഥത്തിൽ വാങ്ങിയ വില എന്ന് പറയുന്നത് 3500 ആയിരിക്കുന്നു. എന്നിട്ട് വിൽക്കുമ്പോൾ വിറ്റ വില എന്ന് പറയുന്നത് 3850 ആണ്. 3500 വാങ്ങി 3850 വിറ്റിട്ടുണ്ടെങ്കിൽ ലാഭമാണ്. കൂടുതൽ തുകയ്ക്കാണ് വിറ്റത്. ലാഭം 350 രൂപ ലാഭം കിട്ടി. നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. ലാഭം അല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ വാങ്ങിയ വില, എപ്പോഴും വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടെ നഷ്ടമല്ല, ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ 350 ഹരണം വാങ്ങിയ വില 3500 ഇൻറ്റു 100. 100ഉം 2 പൂജ്യവും വെട്ടി 35ൻ്റെ പട്ടികയിൽ 30 ഒരു തവണ 35 ഒരു തവണ 0. 10% ലാഭം കിട്ടിയത്. അടുത്ത ചോദ്യം. ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. അക്കങ്ങൾ തലതിരിച്ചെഴുതുമ്പോൾ പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ കൂടുതലാണ്. സംഖ്യ ഏത്? ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തേത് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷനാണ്. വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം 45 ആ സംഖ്യ എന്ന് എടുക്കാം. 45 തിരിച്ചിട്ടാൽ 54 ആകുന്നു. വ്യത്യാസം അവർ പറയുന്നത് 27 നോക്കാം. 27 വരുന്നുണ്ടോയെന്ന്. 27 വരുന്നില്ല. 9 വരുന്നുള്ളൂ, 27 അല്ല. അതുകൊണ്ട് ഇതല്ല. ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ 27 സംഖ്യ തിരിച്ചിടുമ്പോൾ അത് 72 ആകുന്നു. വ്യത്യാസം എന്ന് പറയുന്നത് 45 നമ്മളോട് പറഞ്ഞിരിക്കുന്ന വ്യത്യാസം 27. അപ്പോൾ അതുമല്ല. ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി നോക്കുമ്പോൾ 63 തിരിച്ചിടുമ്പോൾ 36. പറയുന്നതനുസരിച്ച് തല തിരിച്ച് എഴുതുമ്പോൾ പുതിയ സംഖ്യയെ ആദ്യ സംഖ്യയേക്കാൾ കൂടുതലാണ്. ഇവിടെ ആദ്യ സംഖ്യയേക്കാൾ കുറവല്ലേ. അപ്പോൾ ഇത് നമുക്ക് എടുക്കുകയേ വേണ്ട. 4ാമത്തെ ഓപ്ഷൻ നോക്കാം. 36നെ തല തിരിച്ചിട്ടാൽ 63. നമുക്ക് വ്യത്യാസം നോക്കാം. 4 23 27 വരുന്നുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞ അതേ 27 വരുന്നുണ്ട് തലതിരിച്ചിടുമ്പോൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് വേറൊരു മെത്തേഡ് 2 എന്ന് പറയുന്നത് 27 തന്നിട്ടുണ്ടല്ലോ. ഈ 27നെ നമുക്ക് 9ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതണം. 9 × 3. എന്നിട്ട് നോക്കേണ്ടത് അക്കങ്ങൾ തമ്മിൽ 3 വ്യത്യാസമുള്ള ഏതാണ് ഓപ്ഷൻ നോക്കണം. 4 - 5 1 അതല്ല. 2 - 7 5 അതുമല്ല. 6 - 3 3 ആകാം. ഇവിടെയും 3 - 6 3 വ്യത്യാസം വരുന്നത്. ഇത് 2 ആകാം. പക്ഷേ തിരിച്ചിടുമ്പോൾ ആദ്യത്തെ സംഖ്യയേക്കാൾ വലുത് വരണം. ഇത് സംഖ്യ 36 ആകുന്നു. ചെറുതാകണമുണ്ട്. ഇതല്ല. ഇതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഈ മെത്തേഡും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. 6 പൈപ്പുകൾ 1 മണിക്കൂറും 30 മിനിറ്റും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുകയാണെങ്കിൽ ഇതേ വലിപ്പമുള്ള 4 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. MDH/W എന്ന് പറയുന്നത് M2 D2 H2
ഡിവൈഡ് ബൈ ഡബ്ല്യു, ഇവിടെയെല്ലാം ഒന്നുണ്ട്. എം എന്ന് പറഞ്ഞാൽ മെൻ, ആളുകളുടെ എണ്ണം. ഡി ദിവസങ്ങൾ. എച്ച് മണിക്കൂർ, അവർ, വർക്ക് ടോട്ടൽ വർക്കാണ്. ഇതിൽ എല്ലാം 4 ടേം എല്ലാം ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. ചില ക്വസ്റ്റ്യനുകളിൽ 2 ഫാക്ടറൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെയും അങ്ങനെ 6 പൈപ്പുകൾ, ആൾക്കാർക്ക് പകരം പൈപ്പുകൾ തന്നിരിക്കുന്നു. 6 ഇൻറ്റു ടൈം 1 മണിക്കൂർ 30 മിനിറ്റും 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര? 1 മണിക്കൂർ 60 മിനിറ്റ്, 30 90 മിനിറ്റ് എടുക്കുന്നു. 90 മിനിറ്റ് എന്ന് എഴുതാം. എന്ന് പറയുന്നത് ഡേ ഇല്ല, ഇവിടെ വർക്കുമില്ല. 4 പൈപ്പുകൾ എത്ര സമയം കൊണ്ട്? ഇവിടെ ഒരു എച്ച് കണ്ടുപിടിക്കണം. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എച്ച് എന്ന് പറയുന്നത് ഇ ഇൻറ്റു 4 അങ്ങോട്ട് പോയാൽ ഹരണം 4 ആവുന്നു. 6 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 4, 2 3 വരുന്നു. 45 135 മിനിറ്റ്. 135 എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ്. ഇവിടെ 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ ഓൾറെഡി ആയി, പിന്നെ ഒരു 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എയും ബിയും 10-ന് താഴെയുള്ള 2 എണ്ണൽ സംഖ്യകളാണ്. ഒരുമിച്ച് എഴുതിയാൽ കിട്ടുന്ന 2 അക്ക സംഖ്യകളാകുന്ന ബി എയുടെയും B3യുടെയും ഗുണനഫലം 57 എ ആണെങ്കിൽ എയുടെ വിലയിരുത്താം. എയും ബിയും 10-ൽ താഴെയുള്ള 2 സംഖ്യകളാണെന്ന് മാത്രം വിചാരിക്കുക. ഇതിലേത് വേണമെങ്കിലും ആകാം. എന്നിട്ട് ആ 2 സംഖ്യകൾ, ഇപ്പോൾ ഞാൻ ഇത് 2 കൊടുക്കുകയാണെങ്കിൽ ഞാൻ 23 എഴുതി. അതേപോലെ ജസ്റ്റ് എക്സാമ്പിളിന് ആ 2 സംഖ്യകൾ ഉപയോഗിച്ച് ഒരു 2 അക്ക സംഖ്യ ബി എ എന്ന് ഞാൻ എഴുതി. ആ ബി എയെ ഞാൻ B3, ബി എന്നും രണ്ടാമത്തെ ലെറ്റർ അക്കം എന്ന് പറയുന്നത് 3 ആണ്, അതുകൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 570 എത്രയോ കിട്ടും. എത്രയെന്നറിയില്ല, എ ആണ് അവസാനത്തെ അക്കം. കിട്ടുന്നുവെങ്കിൽ എയുടെ വാല്യൂ ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട്. 3ൻ്റെ മൾട്ടിപ്പിൾ 3-നെ എ കൊണ്ട് ഗുണിച്ചാൽ 3 ഇൻറ്റു എ എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എ തന്നെ വരും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഒരു 54 എന്ന സംഖ്യയെ ഒരു 6 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 4 വരില്ലേ? അതായത് ഫുള്ള് ഗുണിക്കണം എന്നില്ല. 16 ആയെങ്കിലും ഈച്ച് 4 ഇൻറ്റു 6 ചെയ്യുന്നതായിരിക്കും അവസാന ലെറ്റർ. ഇവിടെ എന്ത് വന്നാലും ഈ 2 സംഖ്യകൾ ഗുണിക്കുന്നതിൻ്റെ 24-ൻ്റെ 4, 6 ഇൻറ്റു 4 24-ൻ്റെ 4 ആയിരിക്കും എപ്പോഴും അവസാനം. ബാക്കി ഇവിടെ എന്തും വരാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3-നെ എ കൊണ്ട് ഗുണിച്ചാൽ 3 ഇൻറ്റു എ ചെയ്യുമ്പോൾ എ തന്നെ വരണം. നമുക്കിനി ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കാം. എയുടെ സ്ഥാനത്ത് ഞാൻ 2 കൊടുത്തു. 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അത് തന്നെ ഇവിടെ വരണം. ഇവിടെയാണ് അത് തന്നെ ഇവിടെ വരണം. 2 തന്നെ വരുമോ? 3 ഇൻറ്റു 2 6 ആണ്. 2 അല്ലല്ലോ, അതല്ല. അടുത്ത ഓപ്ഷൻ മൂന്നാമത്തെ എയുടെ സ്ഥാനത്ത് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 അടിയിൽ 3 ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് എ ആയതുകൊണ്ട് ഇവിടെയും എ വരുന്നു. അങ്ങനെയെങ്കിൽ ഇത് എ ആണെങ്കിൽ ഇത് 3 വരണം. പക്ഷെ 3 ഇൻറ്റു 3 9 ആണ്, 3 അല്ല, അതും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ ഇട്ട് നോക്കാം. 4 ഇൻറ്റു 3 ഹരണം അല്ല ചെയ്യുമ്പോൾ നമുക്ക് ഈ 4 തന്നെ ഇവിടെ വരണം. 4 പക്ഷേ യഥാർത്ഥത്തിൽ 4 ഇൻറ്റു 3 12-ൻ്റെ 2-ലായിരിക്കും ഗുണനഫലം വരുന്നത്. അപ്പോൾ ഇതുമല്ല. അടുത്ത ഓപ്ഷൻ ഇട്ട് നോക്കാം. 5 ഇൻറ്റു 3 ചെയ്യുമ്പോൾ ഈ 5 തന്നെ ഇവിടെ വരണം. യഥാർത്ഥത്തിൽ 3 ഇൻറ്റു 5 15, 5 തന്നെ വരുന്നുണ്ട്.
അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതൊക്കെ വളരെ ടഫ് ക്വസ്റ്റ്യനാണ്. എക്സാം ഹോളിൽ ഇരുന്ന് ചിലപ്പോൾ ഇങ്ങനെ ഓരോ ലോജിക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ലോജിക്ക് ക്ലിക്ക് ആവണമെന്നില്ല. മനസ്സിലായില്ലെങ്കിൽ വിടാതെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അറിയാവുന്ന മറ്റ് ക്വസ്റ്റ്യനുകളിൽ ഫോക്കസ് ചെയ്യുക. ഇത് വളരെ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് എത്രണ്ണം ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു മാറ്റർ ചെയ്യുന്ന കാര്യമേ അല്ല. ഈ അടുത്തിടെ ചോദിച്ച എല്ലാ പ്രിലിംസ് പരീക്ഷകളും വളരെ ഈസി ആയിരുന്നു. വളരെ കാൽക്കുലേഷൻ കുറഞ്ഞ ചെറിയ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. ഇത് കണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ജസ്റ്റ് അറിയാൻ മാത്രം ക്വസ്റ്റ്യനെ കൂടി ഓടിച്ച് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. താങ്ക് യു.